മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും നടത്തിയ കേസിൽ മുഖ്യപ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കസ്റ്റഡി അപേക്ഷ ഇന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. നിരവധി യുവതികളെയാണ് ദുബായിലേക്ക് എത്തിച്ച് സെക്സ് റാക്കറ്റിന് ഇരകളാക്കിയത്. കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും യുവതികളെ കടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള അന്വേഷണം തുടരുകയാണ്. ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? ശ്രുതി, കേസിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഇന്ന് കസ്റ്റഡി അപേക്ഷ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. നിരവധി യുവതികളെയാണ് ഇത്തരത്തിൽ ദുബായിലേക്ക് എത്തിച്ച സെക്സ് റാക്കറ്റിന് ഇരകളാക്കിയത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യുവതികളെ കടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഓരോ ഡീലിനും 50,000 മുതൽ 1,00,000 രൂപ വരെ റാക്കറ്റിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. റാക്കറ്റിന്റെ മറവിൽ പ്രതികൾക്കിടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം തുടരുകയാണ്. അതിനിടെ ഈ റാക്കറ്റുമായി ബന്ധമുള്ള കൊച്ചിയിലെ ഗുണ്ട നേതാവ് ഔറംഗസേബ്, അതോടൊപ്പം തന്നെ വിദേശത്തുള്ള പ്രതികളായ ഷംല, റഹ്മത്ത് എന്നിവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.